ഹലോ, ഇനി നാളത്തെ റംസാൻ എന്താ ഉണ്ടാക്കുക? അപ്പോൾ നമുക്കൊരു പോക്കറ്റ് ഷവർമ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഞാനൊരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ്, പാകത്തിന് ഉപ്പ്, കുറച്ച് സൺഫ്ലവർ ഓയിൽ, പിന്നെ അത് കുഴക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കേട്ടോ. ഒരു ചപ്പാത്തി പരുവത്തിലാക്കണ ഒരു വെള്ളം. ഞാനിപ്പോൾ ഏകദേശം ഒരു അര കപ്പ് ഒഴിച്ചിട്ടുണ്ടാവില്ല, ഒരു കപ്പൊക്കെ ഒഴിച്ചിട്ട് പിന്നെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് അതിനാവശ്യത്തിന് ഒരു ചപ്പാത്തി പരുവത്തിൽ കുഴച്ചെടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് ഫില്ലിങ്സ് ചെയ്യാനുള്ള ഒരു ചിക്കൻ മാഗ്നേറ്റ് കേട്ടോ. അതിലേക്ക് ചിക്കന്, കാശ്മീരി ചില്ലി പൗഡർ, കുരുമുളക് പൊടി, ഉപ്പ്, ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ലേശം വിനെഗർ, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതൊക്കെ കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി വെക്കാം കേട്ടോ. ചപ്പാത്തി കുഴച്ച് വെച്ചത് അതിൽ പിന്നെ വീഡിയോ ആഡ് ആവാഞ്ഞതുകൊണ്ടാണ്. എനിക്കതിൽ ഒരു 6 ബോൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു 6 ചപ്പാത്തി ഉണ്ടാക്കാനുള്ള ബോൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഓരോന്ന് നല്ല മിക്സാക്കിയതിന് ശേഷം ഒരു അരമണിക്കൂർ വെച്ചിട്ട് നമുക്ക് പൊരിക്കാൻ വെക്കാം കേട്ടോ. നമുക്കൊരു പാൻ എടുത്തിട്ട് ലേശം ഓയിൽ വെച്ചിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യാം. അത് വെന്ത് വരുമ്പോഴത്തേനും നമുക്കിവിടെ അതിലേക്കുള്ള വെജിറ്റബിൾസ് എടുക്കാം കേട്ടോ. ഒരു ക്യാരറ്റ് സ്ലൈസാക്കി അരിഞ്ഞിട്ടുണ്ട്, പിന്നെ അതിലേക്ക് ലേശം ക്യാബേജ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു സവാള സ്ലൈസാക്കി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അപ്പോൾ തന്നെ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്, അതും കൂടെ ഒക്കെ ആഡ് ചെയ്യാം. ഒന്നും കൂടി നന്നാക്കി ഒന്നും കൂടി ചെറിയ പീസാക്കിയിട്ട് ഒന്ന് ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു ഹാഫ് ലെമൺ ജ്യൂസും അതിലേക്ക് ആഡാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നാക്കി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ലേശം മയോണൈസ് ഉണ്ടാക്കി വെക്കുക, എന്നിട്ട് അതൊന്നുകൊണ്ട് ആഡ് ചെയ്യാം കേട്ടോ. സാധാ നോർമൽ മയോണൈസ് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചപ്പാത്തി ഉരുളകളൊക്കെ ഒന്ന് ഓരോന്നോരോന്ന് നമുക്ക് പരത്താം. ഞാൻ അതുകൊണ്ട് എനിക്കൊരു 6 ഉരുളയിട്ടായിട്ട് കിട്ടിയത്. ഒക്കെ പരത്തിയതിന് ശേഷം നമ്മളൊരു ബ്രെഡ് എടുക്കുക, അതിലേക്കൊരു ടൊമാറ്റോ സോസ് ഒന്ന് ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് എല്ലാം ആഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് വേറൊരു ബ്രെഡും കൂടി എടുത്തിട്ട് അതിനൊന്ന് മൂടുക, അതിൻ്റെ മേലൊന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ ആ ബ്രെഡ് കവറാവുന്ന രൂപത്തിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചപ്പാത്തി മൈദപ്പത്തിരി ഒന്ന് അതിൻ്റെ മേലൊന്ന് കവറാക്കി കൊടുക്കുക കേട്ടോ. ഇങ്ങനെ എല്ലാതും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള, അതുകൊണ്ട് എല്ലാതും ഒന്ന് ഉണ്ടാക്കിയെടുക്കുക. നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. എല്ലാം ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്. ആ മുട്ട ബീറ്റ് ചെയ്തിട്ട് അതിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് ഒന്ന് നന്നാക്കി പൊരിച്ചെടുക്കാം കേട്ടോ. എല്ലാ ഭാഗത്തും ആവുന്ന രൂപത്തിൽ ബ്രെഡ് ക്രംസ് ഇടണേ. എന്നിട്ട് നല്ലോണം തിളച്ച ഓയിലിലേക്ക് ഇട്ട് നമുക്ക് എല്ലാം ഒന്ന് പൊരിച്ചെടുക്കാം. ഒരു പുറം അതിൻ്റെ ശേഷം മറ്റേ പുറത്തൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. മൈദപ്പത്തിരി ഉള്ളതാണ്, നല്ല വേഗം വരെ ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ഇതൊക്കെ ഓരോന്ന് കട്ട് ചെയ്യുക, നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പോക്കറ്റ് ഷവർമ എളുപ്പം ചെയ്യാൻ പറ്റുന്നൊരു ഡിഷാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം പറയും. ഓക്കെ, അപ്പോൾ ശരി, അസ്സലാമു അലൈക്കും.